നമ്മൾ ഇന്ന് 17ാമത്തെ സെഷനാണ് അല്ലെ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്. ലെറ്റ്സ് ഡിറ്റാച്ച്. അതിന് ശരിക്കും മലയാളത്തിലെ പല വാക്കുകളും ഉപയോഗിക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നിസ്സംഗത നമുക്ക് ശീലിക്കാം എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ ഇഷ്ടം പോലെ ടൂളുകൾ നമ്മൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പഠിച്ചു കഴിഞ്ഞല്ലേ. ഇഷ്ടം പോലെ ടൂളുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പലരും പേഴ്സണലി കണക്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല സാർ, അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നില്ല എന്ന് പറയാറുണ്ട്. അതിന്റെ റീസണെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ശരിക്കും മനുഷ്യരാണല്ലേ, സോഷ്യൽ ബീയിങ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ കൂട്ടം കൂടി നമ്മളെല്ലാവരുമായി ചേർന്ന് നോ കാംനെസ് എന്ന് സമീറ മാം മെസ്സേജ്. കാംനെസ് ഈസ് നോട്ട് ഡിറ്റാച്ച്മെന്റ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരാം അതിലേക്ക്. നമ്മൾ ശരിക്കും കൂട്ടായി ജീവിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ ബേസിക് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കൊരു ഫാമിലി ഉണ്ട്, അതിൽ പാർട്ട്ണർ ഉണ്ട്, കുട്ടികളുണ്ട്. ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കിയാൽ കുട്ടികൾക്ക് സ്കൂളുണ്ട്, മുതിർന്നവർക്ക് ജോലിയുണ്ട്. അങ്ങനെ നമ്മൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി മനുഷ്യർ കൂടി ചേർന്നിട്ടാണ് നമ്മൾക്ക് ജീവിക്കാനുള്ളത്. അപ്പോ ഈ ഒരു അവസ്ഥയില് നമുക്ക് പലതിനോടും വിട്ടുപിരിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്താ പറയാ, അഴിക്കാൻ പറ്റാത്ത നിലക്ക് നമ്മൾ മൈൻഡ് കൊണ്ട് അറ്റാച്ച് ആയി പോകുന്ന ഒരവസ്ഥയാണ് ശരിക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ചില വ്യക്തികളോട്, ചില കാര്യങ്ങളോട് കെട്ടുപിണഞ്ഞ് ആത്മബന്ധം ആയി പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ. ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മൾ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബന്ധം കൊണ്ട് നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുക, നമ്മൾ സഫർ ചെയ്യുക, നമ്മൾ ത്യാഗം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ. അതാണ് ശരിക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ശരിക്കും നമുക്കറിയാം, ഒരുപാട് കാറ്റഗറീസിൽ നമുക്കത് വരും അറ്റാച്ച്മെന്റ്. ആദ്യമായിട്ട് നമ്മൾ എല്ലാ ടൂളുകളും പറയുമ്പോൾ ആദ്യം നമ്മൾ തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ആദ്യം അറ്റാച്ച്മെന്റ് ടു സെൽഫ് ഉണ്ട്. നമുക്ക് വിശദമായിട്ട് പറയാം. അറ്റാച്ച്മെന്റ് ടു പീപ്പിൾ ഉണ്ട്, അറ്റാച്ച്മെന്റ് ടു പാസ്റ്റ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ടു ഫ്യൂച്ചർ ഉണ്ട്, അറ്റാച്ച്മെന്റ് ടു സർട്ടൺ ഈവൻസ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ടു ഗോൾസ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ടു ഹാബിറ്റ്സ് ഉണ്ട്. അങ്ങനെ അറ്റാച്ച്മെന്റ് എന്തിലും വരാം. അങ്ങനെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തതാണ്. ഈ അറ്റാച്ച്മെന്റ് ചില ആളുകളൊക്കെ അല്ലെ, പ്രത്യേകിച്ച് പറയാറുണ്ട്, ഞാന് എന്താ പറയാ, എന്നെ ഒരു മാരേജിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതെന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാം. അതിനൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ടൂറ് പോകുമ്പോൾ, നമ്മൾ ഈ ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഈ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം, ചെറിയൊരു ജീവി നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ കടിച്ചിങ്ങനെ നിൽക്കും. ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് കടിച്ചിട്ട്. അതിന് ഇവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അട്ടാന്നാണ് പറയുക, ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയാം. അങ്ങനെ ചെറിയ ജീവിയെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. നമ്മള് ഈ സോൾട്ടൊക്കെ ഇട്ടിട്ടാണ് അതിനെ ഇങ്ങനെ കാലിൽ നിന്ന് ആ പിടി പിടിച്ചെടുക്കുക. ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
ആ യെസ്, മിറർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ അറ്റാച്ച്ഡ് ആയി പോയാലുള്ള ഒരു അവസ്ഥ. ആ ഒരു ജീവി ചെറിയ ജീവിയാണെങ്കിലും അത് അവിടെ അറ്റാച്ച്ഡ് ആയി ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ബുദ്ധിമുട്ട്, അതാണ് ആ സെയിം സിറ്റുവേഷൻ ആണ്. ആ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ശരിക്കും അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിന്റെ ഒരു ഇമ്പ്യൂരിറ്റി ആണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അറ്റാച്ച്മെന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് വർക്കൗട്ട് ആവില്ല. നമ്മുടെ ക്യാരക്ടറിൽ പല പല പ്രശ്നങ്ങൾ, കമ്പാരിസൺ, വാട്ട് അതേഴ്സ് തിങ്ക്, പീപ്പിൾ പ്ലീസിങ്, സെൽഫ് ക്രിറ്റിസിസം, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടറുകൾ നമുക്ക് വരുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും സ്പിരിച്വലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ഡിവൈൻ പർപ്പസ് നമ്മൾ ഓരോരുത്തരുടെയും വരവിനുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. എന്താ പറയാ, നമ്മുടെ ക്രിയേറ്ററിനെ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ സോഴ്സ് നമ്മൾ തിരിച്ചറിയുക. ഹു ആം ഐ, ഞാൻ ആരാണ് എന്ന്, അതൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും നമ്മളിവിടെ ആത്യന്തികമായി ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു അറ്റാച്ച്ഡ് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പോവുക എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് ഒരു നമ്മളൊരു നടന്ന് പോകുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, നടക്കുക എന്നുള്ള ഒരു വർക്കൗട്ട്, അല്ലെങ്കിൽ അതൊരു സിമ്പിൾ ബോഡി മൂവ്മെന്റ് ആണ്. അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാനുള്ള നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നടക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ശരിക്കും അതിന്റെ ബെനിഫിറ്റ് അയാൾക്കും കിട്ടുകയില്ല. എക്സ്ട്രാ അയാൾക്ക് വേണ്ടി ആ ടാസ്ക് എടുത്തതിന്റെ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും നമ്മളും അനുഭവിക്കേണ്ടി വരും. അതാണ് ശരിക്കും ഇവിടെ ഈ ഒരു അറ്റാച്ച്ഡ് സ്റ്റേറ്റ് വരിക എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് കമ്പയർ ചെയ്ത് നോക്കും. ശരിക്കും നമുക്കിവിടെ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും ഒരു കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ആളുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. ശരിക്കും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മുടെ എനർജി നമുക്കുള്ളതാണ്. അത് മറ്റുള്ളവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്നേഹത്തിലാവാം, പ്രതികാരത്തിലാവാം. സ്നേഹിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുട്ടികളോട്, നമ്മുടെ ലൈഫ് പാർട്ട്ണറോട്, ആരോടാണെങ്കിലും അത് നമ്മുടെ എനർജി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില പാരൻസ് ഒക്കെ കുട്ടികളെ വളർത്തുന്ന കണ്ടാലും നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ. അവര് പറയും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലാണ് ആ പാരന്റിങ് ചെയ്യുക. വളരെയധികം ആ കുട്ടി വളർന്ന് വലുതായാൽ പോലും അവര് വളരെ പ്രൗഡായിട്ട് പറയും, ഞാൻ പറയാത്ത, അല്ല ഞാൻ പറയുന്നതല്ലാത്ത ഒരു കാര്യവും എന്റെ കുട്ടി ചെയ്യില്ല. അങ്ങനെയൊക്കെ പ്രൗഡായിട്ട് പറയുന്ന പാരന്റ്സ് ഉണ്ട്. ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു അറ്റാച്ച്മെന്റ് ആണ്. ശരിക്കും ഈ കുട്ടി അതിന്റെ സഫറിങ്സ് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും. ആ കുട്ടിയുടെ കഴിവുകള് പുറത്തു കൊണ്ടുവരാനോ, ഒരു എന്താ പറയാ, കറേജിയസ് ആയിട്ട് ഒരു ടാസ്ക് എടുക്കാനോ എപ്പോഴും ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആ കുട്ടിക്ക് ഉണ്ടാവും. കാരണം ഇത്രയധികം ഇങ്ങനെ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ വളർന്ന കുട്ടിയാവുമ്പോൾ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് ഇനിയിപ്പോ ചില ആളുകൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പറയാറുണ്ട്, ഞാൻ ഏറ്റവും അടുത്ത ആളെയാണ് പാർട്ട്ണറാക്കിയത്, എൻ്റെ റിലേറ്റീവ് ആണ്, എൻ്റെ ബ്ലഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ്, എന്നിട്ടാണ് എനിക്ക് ബിസിനസ്സിൽ ഈ ഒരു ചീറ്റിംഗ് വന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നതെന്ന് പറയും. ശരിക്കും അവിടെയും സംഭവിക്കുന്നത് ആ ഒരു കേസ് തന്നെയാണ്. ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകുമ്പോൾ നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് അവിടെ ബിസിനസ്സും ഫെയിലിയർ ആണ്. നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്,
പാരന്റ് ടു എന്താ പറയുക ചിൽഡ്രൻ ആണെങ്കിലും ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിലും ഇനി ബിസിനസ് ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടത് ഒരു ഹെൽത്തി കണക്ഷൻ ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഓവർലാപ്പിംഗ് വരുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കണക്റ്റഡ് ടു എവറിത്തിങ്, അറ്റാച്ച്ഡ് ടു നത്തിങ്, ആ ഒരു സ്റ്റേറ്റ് ആണ് ശരിക്കും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. ഇപ്പോ ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ആ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നിഫിക്കൻസ് ആണ് പരസ്പരം ഉണ്ടാവുക. പരസ്പരം രണ്ടുപേരും വാല്യൂ ചെയ്യുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, റിലേഷൻ ആവട്ടെ, അവർ തമ്മിൽ ഒരു വാല്യൂ ഉണ്ട്. അത് ഈവൻ എത്ര നേരം കണക്ട് ചെയ്താലും കോണ്ടാക്ട് ചെയ്താലും ഇനി ദീർഘനേരം കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലെങ്കിലും അവര് മൈൻഡ് കൊണ്ട് കണക്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? അവർ അറ്റാച്ച്ഡ് ആകുമ്പോഴത്തേക്കാണ് അവിടെ ടോക്സിക് ആവുന്നു. മറ്റേയാൾക്ക് ഒരു ഫ്രീ ടൈം പോലും കൊടുക്കാതെ ഏത് സമയവും എന്റെ കോളിന് ആൻസർ ചെയ്യണം എന്നൊക്കെ ചില റിലേഷനിൽ പറയുന്നുണ്ടാവും. അതുപോലെ ഈ കണക്റ്റഡ് ആവുന്ന ആളുകൾക്ക് ഒരിക്കലും അവർ തമ്മിൽ ഒരു മടുപ്പോ ആ റിലേഷനിൽ വരില്ല. കാരണം അവർക്ക് ഫ്രീഡം ഉണ്ട്, അവരുടേതായ ഫ്രീഡം അവർ വകവെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഈ അറ്റാച്ച്ഡ് ആവുമ്പോൾ അവിടെ ഫ്രീഡം കൊടുക്കുന്നില്ല, ഭയങ്കരമായ പൊസസീവ്നെസ് ആണ്. ദെൻ അത് ഒരു ഇമോഷണൽ ട്രോമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷൻ ചെയ്ത സമയത്ത് ഒരു തത്ത കൂട് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഇമേജ് ഞാൻ കൊടുത്തിരുന്നു. അത് മനഃപൂർവ്വം കൊടുത്തതാണ്. കാരണം അതിലൊരു ശരിക്കും ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന തത്തയെ നമ്മൾ ശരിക്കും കണക്റ്റഡ് ആണെങ്കിൽ, നമ്മൾ ആ കൂട് തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിലും ആ തത്ത പറക്കുമായിരിക്കും, ആ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പറന്നിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷേ അത് തിരിച്ച് ആ കൂട്ടിലേക്ക് വരും. അത് അതിൽ കിടക്കാനുള്ള ഒരു ഇതുകൊണ്ടല്ല, കാരണം അതിനെ മനസ്സിലായിട്ടുണ്ട് ആ ഫ്രീഡം അവിടെ ഉണ്ട്, എനിക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് പോകാം എന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അത് എവിടെ പറഞ്ഞാലും ആ ഒരു കണക്ഷന് വേണ്ടി അത് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിലേഷനില് ഇങ്ങനെ വരാനുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ വിശദമായി ചെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഈ വ്യക്തികളുടെ ഓരോ വ്യക്തികളുടെയും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നർ ചൈൽഡിൽ ഉണ്ടായിട്ടുള്ള ബോണ്ടാണ് അത്. എന്താ പറയാ, ചില സമയത്ത് നമുക്ക് സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു പോയത് വളരെയധികം ഹർട്ടായിട്ടുണ്ടാവും ചെറിയ സമയത്ത്. അത് നമ്മുടെ മനസ്സിൽ ശരിക്കും ഒരു ബോണ്ടായിട്ട് കിടക്കുന്നുണ്ടാവും. ഇന്നർ ചൈൽഡ് ബോൺസ് എന്നാണ് അതിന് പറയാം. അപ്പൊ അത്തരം ഇന്നർ ചൈൽഡ് ബോൺസ് വന്നിട്ടുള്ള വ്യക്തികളാണ് ശരിക്കും ഈ ഒരു അറ്റാച്ച്ഡ് സ്റ്റേറ്റിലേക്ക് പോകാറുള്ളത്. കാരണം അവർക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിൽ ഒരു സേഫ്റ്റി ഇല്ല. അവര് എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരുണ്ടാവുക. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോ നമുക്ക് സൈക്കിൾ പഠിക്കണം, അല്ലേ? സൈക്കിള് ചവിട്ടാൻ പഠിക്കണം. ആ സമയത്ത് ഒരാള് വന്നിട്ട് നമ്മളെ ആ ഒരു സൈക്കിളിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കൈ തന്നാൽ ഓക്കെയാണ്, അതൊരു സപ്പോർട്ട് എന്ന് പറയാം. അതേ സമയത്ത് ആള് സൈക്കിൾ ചവിട്ടി നമ്മളെ പുറകിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് പറയുക? അതിനെ ഒരിക്കലും സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. അത് ഇയാൾ ഒരിക്കലും ഈ ടാസ്ക് പഠിക്കില്ല. കാരണം ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതിന് പകരം ആ ഒരു പ്രോസസ്സ് തന്നെ ആള് മാറ്റിക്കളയും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തരം നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനോട് അറ്റാച്ച് ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്തരം ഒരു ബോണ്ട് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അതിനെ ഹീൽ ചെയ്യുക, നമ്മൾ സ്റ്റേബിൾ ആവാൻ നോക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. ചില രസം എന്താണെന്ന് വെച്ചാൽ ചില കപ്പിൾസ് ഒക്കെ, ഹസ്ബൻഡ്സ് വളരെയധികം ഇങ്ങനെ ശീലിപ്പിക്കും വൈഫിനെ, നീ ഞാനില്ലാതെ എങ്ങോട്ടും പോകരുത്, നിനക്ക് എവിടെ പോകാനുണ്ടെങ്കിലും
ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും, പിക്ക് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഫുൾ മൂവ്മെന്റ് ഇയാള് ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ പലരും പറയാറുണ്ട്. അപ്പം അതിൽ വരുന്ന രസം എന്താന്ന് വെച്ചാല്, ഇതിങ്ങനെ ശീലിപ്പിച്ച് ഇയാളുടെ ഈ പറഞ്ഞ കംഫർട്ടിന് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ അത് ശീലിപ്പിക്കുന്നത്. മറ്റേ വ്യക്തിയും സ്വന്തം വ്യക്തിബോധം മനസ്സിലാക്കാതെ എന്റെ എന്താ പറയാ ഹസ്ബൻഡിന്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിർബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് സഹകരിച്ചു കൊടുക്കും. ദെൻ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഈ ഹസ്ബൻഡിന് ഏതെങ്കിലും ഒരു സമയത്ത് വളരെയധികം തിരക്കുണ്ടാവും, എന്തെങ്കിലും അർജന്റ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ വരുന്ന സമയത്തായിരിക്കും ഈ വൈഫ് സ്ഥിരമായി ശീലിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിൽക്കുകയാണ്, ആ സമയത്താണോ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾക്ക് വിളിക്കുന്നതെന്നായിരിക്കും ഇത് ശീലിപ്പിച്ച വ്യക്തി തന്നെ പറയുക. ദെൻ അവിടെ എന്തായി, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ആദ്യം മുതൽ പറയുക, കണക്ക് പറയുക, ഞാൻ ഇത്രയും ചെയ്തില്ലേ, ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അത് പോകും. അത് വലിയൊരു ക്ലാഷിലേക്ക് അത് പോവാം. ഇതിന്റെ ബേസിക് റൂട്ട് കോസ് നോക്കിയാൽ ആരാണ് ഇതിന് ഉത്തരവാദി? ആ ഒരു ശീലം കൊണ്ടുവന്ന ആ വ്യക്തിയും അതിനോട് സഹകരിച്ച് അങ്ങനെ തന്നെ പോയ ആ വൈഫും ആണ് അതിൽ ശരിക്കും എന്താ പറയാ അതിന്റെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഭവം ഇമോഷണൽ ഇൻസെക്യൂരിറ്റി കാരണമാണ് ശരിക്കും അത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് എല്ലാ കാര്യത്തിലും, ഈവൻ നമ്മുടെ കുട്ടികളെ പഠനത്തിൽ വരെയും ഇതിനെ ബാധിക്കും. ചില പാരന്റ്സ് പറയാറുണ്ടല്ലേ, അവൻ ഏത് സമയവും പഠിക്കുകയാണ്, ഏത് സമയം ബുക്കിന്റെ മുന്നിലാണ്. അപ്പൊ ഈ കുട്ടിയെ ശരിക്കും അതിലേക്ക് അറ്റാച്ച്ഡ് ആക്കുകയാണ്. അവന്റെ ഫ്യൂച്ചറിലാണ് അതിന്റെ സൈഡ് എഫക്റ്റുകൾ അവൻ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് നമുക്ക് നല്ല ഒരു അനാലിസിസ് നമ്മൾ സ്വയം നടത്തണം, അത് റിയലൈസ് ചെയ്യണം, നമ്മളത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മളൊന്ന് നമ്മുടെ ലൈഫിനെ സ്കാൻ ചെയ്ത് നോക്കുക. കഴിഞ്ഞ 5 വർഷം, ഏകദേശം ഒരു കണക്കെടുക്കുക, 5 അല്ലെങ്കിൽ 3 വർഷം നമ്മൾ എടുത്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇത്രയും കാലയളവിനുള്ളിൽ നമുക്ക് പുതിയ ബന്ധങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇപ്പോഴും അന്നത്തെ അതേ കണക്ഷൻസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്? നമ്മുടെ ഗ്രോത്തിന് പറ്റുന്ന ആരും നമ്മുടെ സർക്കിളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അറ്റാച്ച്ഡ് ആണ്, നമ്മൾ എന്തിലൊക്കെയോ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പൂർണ്ണമായും നമ്മുടെ ഗ്രോത്തിന് വേണ്ട ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ഇനി ഇതില് നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വ്യക്തമായ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ശരിക്കും ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല. ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന 5 എലമെന്റ്സ് ആണ് നമ്മുടെ ഈ മെറ്റീരിയൽ ബോഡിയുടെ കണ്ടന്റ്. ആർക്കെങ്കിലും പറയാവോ ആ പഞ്ചഭൂതങ്ങൾ എന്താണെന്ന്? എയർ, വാട്ടർ, സ്കൈ ഇതെല്ലാം. സ്കൈ, എയർ, വാട്ടർ, സ്കൈ, എർത്ത്, ഉണ്ട്, ഫയർ. യെസ്. ഓക്കെ. ഈ 5 എലമെന്റ്സ് ആണ് നമ്മുടെ മെറ്റീരിയൽ ബോഡിയുടെ എന്താ പറയാ കണ്ടന്റ്സ്. പക്ഷേ ഇത് നമ്മൾ ഇന്നർ ലെയറിൽ പഠിക്കുമ്പോൾ, സ്പിരിച്വലി നമ്മൾ അതിന്റെ ആ ഒരു സ്ട്രക്ചർ, ഘടന പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഇതിന്റെ ഉള്ളില് ഇന്നർ ലെയേഴ്സ് ഉണ്ട്. അത് അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ കോശ,
ദെൻ ആനന്ദമയ കോശ. ഇങ്ങനെയുള്ള 5 ലെയേഴ്സ് കൂടി അതിന്റെ ഉള്ളിലുണ്ട്, നമ്മുടെ ഈ ബോഡിയുടെ ഉള്ളിൽ ഉണ്ട്. ദെൻ അവിടെ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ എന്താ പറയുക സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രത്യേക രീതികളുണ്ട്. ഇപ്പൊ അന്നമയ കോശ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യുന്നു. അപ്പൊ അതിൽ തന്നെ പല ഇമോഷൻസ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. പ്രാണമയ കോശമാണെങ്കിൽ എയറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പലതും പഠിക്കാനുണ്ട്. മനോമയ കോശ നമ്മുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഈ ഉള്ളിലുള്ള ആ ഒരു ലേയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ പുറത്തേക്കുള്ള ഓറ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ പുറത്ത് വേറെ എനർജി ബോഡീസ് ഉണ്ട്. ഫിസിക്കൽ ബോഡി കൂടാതെ എത്തീരിയൽ ബോഡി, അങ്ങനെ ആസ്ട്രൽ ബോഡി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം ഓരോ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ ഓരോ കാര്യങ്ങളിലും വർക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ലിയർ ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ. അപ്പോ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമോഷണൽ ഫ്രീക്വൻസിയെ കുറിച്ചൊക്കെ, നല്ല ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായി കൊണ്ടുപോകാൻ കഴിയൂ. നമ്മൾ ഈ പറഞ്ഞ അറ്റാച്ച്ഡ് സ്റ്റേറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഓൾവേസ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗിൽറ്റ്, ഷെയിം, ഫിയർ അങ്ങനെയുള്ള ഏറ്റവും ലോ ലെവലിലുള്ള വൈബ്രേഷനുകളിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ റിലേഷനിലും അൺകണ്ടീഷണൽ ലവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സെൽഫ് വർത്തും നമ്മുടെ എന്താ പറയുക നമ്മളോട് കൂടുതൽ മീ ടൈം കണ്ടെത്തുക. നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മളോട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ശീലിക്കുക. ഒരുപാട് സമയം മീ ടൈം ആയിട്ട് നമ്മൾ കണ്ടെത്തി നമ്മളെ തന്നെ നമ്മൾ എന്താ പറയാ നർച്ചർ ചെയ്യുക. ദെൻ നമ്മൾ ആ പാത്രത്തിൽ നമ്മൾ നിറക്കുന്ന സമയത്താണ് നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമുക്ക് ഓരോ റിലേഷനും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ആ ഒരു ബേസിലേക്ക് തന്നെയാണ് എല്ലാത്തിനും ഉള്ള സൊല്യൂഷൻ ആയിട്ട് വരുന്നതെന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. ഓക്കെ, ഇന്ന് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്കിനും ഡിസ്കഷനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വലിയൊരു സബ്ജക്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങളുടെ ടൈമാണ്, നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. താങ്ക് യു. താങ്ക് യു സാർ. എൻ്റെ പേര് നിഷാദ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഞാൻ അബുദാബിയിൽ നിന്നാണ്. നൗ ഐ ആം ഗോയിങ് ടു ഫോർ പ്രയർ. താങ്ക്സ് ഫോർ എവറിത്തിങ്. താങ്ക് യു നിഷാദ്. ഞാൻ ജാസ്മിൻ ആണ്. ജസ്മിൻ മാം, നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. നിങ്ങള് നമ്മുടെ ആ ഒരു ട്രെയിനേഴ്സ് ക്ലബിലൂടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിലിപ്പോഴും അനങ്ങാതിരിക്കുന്ന എത്രയോ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോ അവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചെടുത്ത് അതിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുക, താൻ പഠിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അത്ര ചെറിയൊരു കാര്യമല്ല. അത് കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് പോവുക, മറ്റുള്ളവരെ എംപവർ ചെയ്യിപ്പിക്കുക അല്ലേ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. എനിവേ ഇനിയും അത് തുടരുക. എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജാസ്മിൻ മാം. താങ്ക് യു സോ മച്ച് സനത് സർ. നല്ല ടോപ്പിക് ആയിരുന്നു ശരിക്കും പറഞ്ഞ മാതിരി.
താഴോട്ട് എത്തിയില്ല, അപ്പോഴേക്കും ടോപ്പിക് കഴിഞ്ഞു പോയി. കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിനേറ്റും എന്തിനോടും അറ്റാച്ച്മെന്റ് അല്ല വേണ്ടത്, നമുക്ക് ആ കണക്ഷനാണ് വേണ്ടത്. അതിന് പറഞ്ഞ ആ എക്സാമ്പിളും ആ ബേർഡിന്റെ ആയാലും ഫിഷിന്റെ ആയാലും ഒക്കെ നല്ല കണക്ഷനുള്ള ഒരു ഒരു കുറച്ച് സമയം എന്താ പറയാ കേട്ട കാര്യങ്ങളും കൂടിയിട്ടാണെങ്കിലും നിങ്ങളത് ശരിക്കും എന്താ പറയാ നമുക്ക് ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. ശരിക്കും നമ്മളെപ്പോഴും അതന്നെ, നമ്മളെപ്പോഴും കറക്ഷനും പിന്നെ ആ ഒരു അറ്റാച്ച്മെന്റിനൊക്കെ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കണക്ഷൻ എന്നുള്ള ആ ഒരു വേർഡ്, ആ കണക്ഷൻ ശരിക്കും ഒരു അദൃശ്യമായതാണ് അതല്ലേ. അതുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തമ്മിൽ എവിടെയും ഡിറ്റാച്ച്ഡ് ആവുന്നില്ല, എന്നാലോ നമ്മൾ ഒരു ഡിറ്റാച്ച്ഡ് പൊസിഷനിലായിരിക്കുകയും ചെയ്യും. നല്ല തോട്ടായിരുന്നു തന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് വലിയൊരു കാര്യമാണ് പറഞ്ഞു തീർത്തത്. സാറ് പറഞ്ഞ പോലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെ അതാണ്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ എന്തായാലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സമീറ മാം. Then Amy. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. Yes, good evening. ഇന്നത്തെ Amy നമ്മുടെ ma'am. ടോപ്പിക് ലെറ്റ്സ് ഡിറ്റാച്ച് എന്ന് പറയുന്നത് ആക്ച്വലി അറ്റാച്ച്മെന്റ് ഇൻ ഡിറ്റാച്ച്മെന്റ്, ഇതൊരു പാരഡോക്സ് ആണ്. ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഇന്ത്യൻ ഫിലോസഫി, എസ്പെഷ്യലി ഇൻ ഭഗവത്ഗീത. ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് സ്റ്റേ ഫുള്ളി എൻഗേജ്ഡ് ബട്ട് നോട്ട് എൻസ്ലേവ്ഡ് ബൈ ദ ഔട്ട്കം. നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാം, പക്ഷെ അത് എന്താ പറയാ ഡിറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കണം. അതായത് കെയറിങ് ഡീപ്ലി വിത്തൗട്ട് ക്ലിങ്ങിങ്, ഒന്നിനോടും ഒരു ഒരു മമത കൂടുതൽ കാണിക്കാതെ ദൂരെ മാറി നിന്ന് നമുക്ക് അറ്റാച്ച്മെന്റ് എൻജോയ് ചെയ്യാം. അതാണ് സാർ പറഞ്ഞതിന്റെ ഒരു കോർ പോയിന്റ് എനിക്ക് മനസ്സിലായത്. പിന്നെ സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അറ്റാച്ച്മെന്റ് ടു ദ പാസ്റ്റ്, അറ്റാച്ച്മെന്റ് ടു ഗോൾസ്, അറ്റാച്ച്മെന്റ് ടു ഫ്യൂച്ചർ, അറ്റാച്ച്മെന്റ് ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ടൂറിന് പോയപ്പോഴത്തെ കാര്യവും എങ്ങനെയാണ് ഒരു മില്ലിപ്പിടുന്ന അട്ടയോ അതിങ്ങനെ ഹ്യൂമനെ ഇങ്ങനെ ക്ലിങ് ചെയ്ത്, അതായത് ഈ അട്ടയുടെ സ്വഭാവം എന്താ, അതിങ്ങനെ ബ്ലഡ് ഇങ്ങനെ സക്ക് ചെയ്യും, എവിടെയാണോ അതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അത് സക്ക് ചെയ്യും. അതുപോലെയാണ് നമുക്ക് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റിനെ മൈൻഡ്സ് ഇൻപ്യൂരിറ്റി ആയിട്ട് കാണാം. അതൊരു എന്താ പറയുക, സെൽഫ് ക്രിറ്റിസിസത്തോടെയും ജലസോടെയും എല്ലാം വി ആർ അറ്റാച്ച്ഡ്. അത് അൺകണ്ടീഷണൽ ലവ് അവിടെ വരുമ്പോ ഈ അറ്റാച്ച്മെന്റ് അവിടെ ഇല്ല. പിന്നെ ഞാൻ എളുപ്പം പറയുകയാണ്, സ്പിരിച്വൽ തിങ്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമുക്കൊരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. വൈ വി കെയിം ടു ദിസ് എർത്ത്, ഈ ഭൂമിയിലോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. വർക്ക് അവർ സെൽസ്, എന്താ പറയാ, നമ്മളുടെ എനർജി വേറൊരാളിലോട്ട് കൊടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മളെ ഫുള്ളി സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ എനർജി പോകാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ലവ് ഉപയോഗിച്ച് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ സാറ് പറഞ്ഞ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഹൂ ആം ഐ, ഞാൻ ആരാണ്. ഐ എം എ ഹ്യൂമൻ ബീങ് അറ്റ് ദ സെയിം ടൈം എ സ്പിരിച്വൽ സോൾ, അല്ലേ? ഇതാണ്, ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, സ്പിരിച്വൽ ഗോളുമാണ്. ആൻഡ് ഐ എം ദ വൺ ഹു ഒബ്സർവ്സ് ഓൾ ദീസ് തിങ്സ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വി നീഡ് ഹെൽത്തി കണക്ഷൻസ്, നോട്ട് അറ്റാച്ച്മെന്റ്. അത് ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും എവിടെയായാലും. സാർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, കണക്റ്റഡ് ടു എവരിത്തിങ് നോട്ട് ടു എനിത്തിങ്. ഒന്നിനോട് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ്, അത് ഇനി നമ്മുടെ ഫാമിലിയിലായാലും കുട്ടികളോടായാലും എല്ലാം നമുക്ക് ദൂരെ മാറി നിന്നുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇസ് ഗുഡ്. അതായത് അൺഹെൽത്തി അറ്റാച്ച്മെന്റ് എപ്പോഴും ടോക്സിക് ആയിരിക്കും, അവിടെ ഒരു ഇമോഷണൽ ബോണ്ട് വരും. പിന്നെ ആ ബേർഡിന്റെ ഐക്കോൺ സാർ പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അതിവിടെ ആരോ മാം പറഞ്ഞായിരുന്നു. പിന്നെ ഇതിനകത്തൊക്കെയുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡ് റൂംസ്. അതാണ് നമുക്ക് പലപ്പോഴും ഈ ലോസ് ഓഫ് സെക്യൂരിറ്റി ഇതെല്ലാം നമുക്ക് വരുന്നതിന്റെ മെയിൻ കാര്യം അതാണ്. അത് എന്ന് വെച്ചാൽ ദി വിൽ ഗോ ടു അറ്റാച്ച് കണ്ടീഷൻ. അതൊരു ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, നമ്മൾ ഡിപ്പെൻഡന്റ് ആയിപ്പോവും. നമ്മളെപ്പോഴും ഫ്രീ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇഫ് യു പ്രാക്ടീസ് ദാറ്റ് ഡോൺ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. അങ്ങനെ. പിന്നെ സൈക്ലിങ്ങിന്റെ കാര്യം പറഞ്ഞു, ഒരു സൈക്ലിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരാൾ ഒരു കൈ കൊടുക്കുകയാണെങ്കിൽ അതൊരു ദാറ്റ്സ് എ സപ്പോർട്ട്. ബട്ട് ഇഫ് ഈസ് റൈഡിങ് വിത്ത് അതർ പേഴ്സൺ, അയാൾ വേറൊരാളെ റൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്, അത് ശരിക്കും പറയാൻ ഡിപ്പെൻഡന്റ് ആവുകയാണ്, അല്ലേ? അവിടെ എന്ന് വെച്ചാൽ സപ്പോർട്ടല്ലേ കിട്ടുന്നത്. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫില് ഫാമിലി ലൈഫിലുള്ള ഡിപ്പെൻഡൻസിയും പിന്നെ പറഞ്ഞായിരുന്നല്ലോ, രണ്ടുപേരും തമ്മിൽ പോകുമ്പോൾ വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വൈഫും ഹസ്ബൻഡ്. ഇതിനിടയിൽ പിന്നെ ഒരു പ്രാവശ്യം എന്തോ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേന് ഹസ്ബൻഡ് സീരിയസ് ആയി, അപ്പോഴത്തേന് വൈഫിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോയി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ
എന്താ പറയാ, നമ്മള് ഏത് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അതെന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു 5 years ബാക്കിലെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക. അതിൽ തന്നെയാണോ നമ്മൾ ക്ലിങ് ചെയ്തിരിക്കുന്നത്, അതോ പുതിയ കണക്ഷൻസ് ഉണ്ടോ, പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടോ, നമുക്ക് എന്ത് റിഫോർമേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് ഒരു നല്ല കാര്യം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിന്റെ സൊല്യൂഷനെ പറ്റി സാർ പറഞ്ഞു. നമ്മളുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ 5 elements കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ അതിന്റെ ഇന്നർ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചകോശാസ്, 5 കോശാസിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ആസ്ട്രൽ ബോഡി, ഫിസിക്കൽ ബോഡി, ഇതിനെയൊക്കെ പറ്റി പറഞ്ഞു. എപ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് എന്താ പറയാ, സ്റ്റേബിൾ ആയിരിക്കണം. ഓൾ ദ ടൈം ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഹൈ വൈബ്രേഷൻസ്, ഇതെന്ന് വെച്ചാൽ നമ്മളുടെ എപ്പോഴും ഡിറ്റാച്ച്മെന്റിലേ നമുക്ക് ഹൈ വൈബ്രേഷൻ കിട്ടും. അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫിയർ, ഷെയിം ഇതൊക്കെ വരും. അത് ലോവർ ഫ്രീക്വൻസിയിലോട്ട് നമ്മളെ കൊണ്ടുപോകും. പിന്നെ എന്താ പറയാ, വി ഓൾവേസ് പ്രാക്ടീസ് അൺകണ്ടീഷണൽ ലവ്. അതിനെന്താ നമ്മൾ വേണ്ടത്? വി ലവ് അവർ സെൽസ്, കണക്ട് അവർ സെൽസ്, ഓക്കെ, നർച്ചർ അവർ സെൽസ്. ഇത്രയും കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതൊരു ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നതിലും കൂടുതൽ നമ്മൾ സ്വയം മെഡിറ്റേറ്റ് ചെയ്യണം. എന്നിട്ട് ഇറ്റ് മേക്സ് ഇറ്റ് അറ്റ് എ ഹാബിറ്റ് ഇൻ അവർ ലൈഫ്. അത് പതുക്കെ സ്ലോലി വി ക്യാൻ അച്ചീവ് ഇറ്റ്. ഓക്കെ, ദെൻ എ മിറാക്കിൾ ഓർ ട്രാൻസ്ഫോർമേഷൻ വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടുഗെദർ. താങ്ക് യു സർ. ഇറ്റ് വാസ് ആൻ അമേസിംഗ് ക്ലാസ്. ഞാൻ ഓടിച്ചോടിച്ച് പറഞ്ഞു പോയത്. എപ്പോഴാണ് നീ സമയം പോകുന്നത്? എല്ലാരും ബെസ്സി മാമിന്റെ ആ ഒരു റീക്യാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മെസ്സേജ് അയച്ച് സാറിന്റെ ചോദിച്ചിരുന്നു. ക്ലാസ് കഴിഞ്ഞ് അതെ ബസ്സി മാമിന്റെ റീക്യാപ്പും കൂടി ആയാൽ കംപ്ലീറ്റ് ആയി. സദ്യ കഴിച്ച് പായസം കൊടുക്കുന്ന പോലെ എന്താ പറയാ. ഇറ്റ് വാസ് റിയലി അമേസിങ്. എത്ര സ്പീഡിൽ അത്രയും ടോപ്പിക് എക്സാമ്പിൾ സഹിതം കവർ ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് മാം. ഇറ്റ് വാസ് ആൻ അത് നമുക്ക് അമേസിങ്. ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നത്, ടച്ച് ചെയ്ത് പോകുന്നത്. എന്തായാലും സാർ നിങ്ങളടുത്തുനിന്ന് ഇതിന്റെ ടെക്നിക്ക് ഒന്ന് പഠിക്കണം. ഇത് എങ്ങനെ റീക്യാപ്പ് ചെയ്യുന്നുള്ളത്. വണ്ടർഫുൾ. താങ്ക് യു ബെസ്സി മാം. സജന മാം ഫീഡ്ബാക്ക് പറയാൻ. Yes. സർ താങ്ക് യു സർ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇന്ന് കയറുന്നത് ക്ലാസ്സിൽ. എനിക്ക് രാത്രിയിലൊക്കെ ക്ലാസ്സുകളുള്ള കാരണം കൊണ്ട് കയറാൻ പറ്റാറില്ല. എന്തായാലും കയറിയത് വളരെ യൂസ്ഫുൾ ആയി. കുറച്ചു നേരം കൊണ്ട് തന്നെ നല്ല അടിപൊളി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടി. അതുപോലെ തന്നെ ബെസ്സി മാം ലാസ്റ്റിൽ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതിന്റെ പായസം കൂടിയായി. അപ്പൊ അടിപൊളിയായിരുന്നു സെഷൻ. പിന്നെ എന്താണ്, ഞാൻ സാറിന്റെ റൈറ്റപ്പുകളൊക്കെ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഭയങ്കര ഇൻസൈറ്റ് തന്നെയാണ് കേട്ടോ. അതറിഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നോക്ക് സാറിന്റെ റൈറ്റപ്പ് വന്നിട്ടുണ്ടോ അത് വായിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജന മാം. മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ ആണ്. 1 വർഷം തികയാൻ പോകുന്നു സജന മാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സെലിബ്രേറ്റ്. സജന മാം ഇസ് എ വണ്ടർഫുൾ പേഴ്സൺ. എനിക്ക് Yes, മോർണിംഗ് yes. വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഞാൻ കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Then ഇനിയൊരു ആള് നല്ലൊരു സിംഗറും കൂടിയാണ്. ഞാനൊരു പ്രാവശ്യം കേട്ടു പാട്ടുകള്. നല്ല പാട്ട് പാടുന്നുണ്ട്. നല്ല സൗണ്ടും നല്ല ട്യൂണും. സിംഗറാണ്, ഹാൻഡ് റൈറ്റിംഗ് ട്രെയിനറാണ്. വണ്ടർഫുൾ ഓ പേഴ്സൺ. അതെ അതെ. താങ്ക് Then യു. സജന എന്തായാലും മാം കേൾക്കുമ്പോ നമുക്ക് പറഞ്ഞോളൂ. സജന മാം ഇസ് ദ ബാക്ക് ബോൺ ഓഫ് മോർണിംഗ് സെക്ഷൻ. yes. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത്. മാം ആണ് അതിന്റെ ഓൾ ഇൻ ഓൾ. ഗ്രൂപ്പിലുണ്ടാവും അല്ലേ? ലൈവിൽ ഉണ്ടാവാറില്ലല്ലോ. ഞാനേ ഇല്ല, എനിക്ക് ഗ്രൂപ്പിലുണ്ടാവും. ഗ്രൂപ്പിലുണ്ട്. ഞാൻ ആദ്യം 3-4 ദിവസമൊക്കെ വന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. മോർണിംഗ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത്. ഇപ്പൊ അതൊക്കെ അതൊരു ഹാബിറ്റാക്കി എടുക്കണം. ജേക്കബ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സാർ തിരക്കിലാണ് തോന്നുന്നു. ഓക്കെ, എനിവേ, അപ്പോ ഇന്ന് ഇവിടെ വന്ന് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച എല്ലാ ബ്യൂട്ടിഫുൾ സോൾസിനും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത വീക്കിൽ ഇതുപോലെ നല്ലൊരു ഡിസ്കഷൻ ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
നമുക്ക് 40 മിനിറ്റ്സ് ആണ് ഇപ്പൊ സൂമിലുള്ളത്. സൂം നമുക്ക് ഭാവിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ മീറ്റിംഗ് ലിങ്ക് കട്ടാവുന്നതിന് മുമ്പ് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. Then good night. Thank you so much, sir. Thank you.